ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഹീലിംഗ് ചാനൽ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസൊനേറ്റ് ആവണമെന്നില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക കേട്ടോ. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാച്ചമാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് സ്ട്രെങ്ത് ഉണ്ട്, ദ എംപ്രസ് ഉണ്ട്, 8 ഓഫ് കപ്സ് ഉണ്ട്, 7 ഓഫ് കപ്സ് ഉണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ ഉണ്ട്, ക്യൂൻ ഓഫ് സോഡ്സ് ഉണ്ട്, ദ ഡെവിൾ കാർഡ് ഉണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ക്യൂൻ ഓഫ് വാൺസ് ഉണ്ട്, പിന്നെ 2 ഓഫ് സോഡ്സ് ഉണ്ട്. ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം കേട്ടോ. അതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക കേട്ടോ. നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറച്ച് പുതിയ പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. പുതിയൊരു മേഖലയിലോട്ട് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ അതിനെ കുറച്ച് കഠിനമായിട്ടുള്ള ഒരു പാത്തിലൂടെയൊക്കെ മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതിനുള്ള പക്ഷെ നിങ്ങൾക്ക് അതിനെല്ലാത്തിനെയും എന്തൊക്കെയാണോ അതിനുള്ള ഡിഫിക്കൽട്ടീസ് അതെല്ലാം ഫേസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അതെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് അതിനെ സക്സസ്ഫുൾ ആക്കാനുള്ള സ്ട്രെങ്ത് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ തുടങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെ ഡിവൈൻ സപ്പോർട്ട് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ഒഫീഷ്യലായിട്ടുള്ള മാറ്റേഴ്സിലോ നിങ്ങൾ ബിസിനസ്സിലോ എന്തിലൊക്കെയോ നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പാകത്തിനുള്ള ഗുഡ് ന്യൂസ് നിങ്ങളെ തേടിയെത്തുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നു, വളരെ കാമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു എനർജി തന്നെയാണ്. പിന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ, എല്ലാവരുടെയും എനർജി അല്ല, കുറച്ച് ആളുകൾ എന്തിനൊക്കെയോ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു മേ ബി ഒരു റിലേഷൻ വൈസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, കോൺഫ്ലിക്ട്സോ സംതിങ്ങോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിന്നാലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തകളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങളാണ് വരുന്നത് കേട്ടോ. ഒത്തിരി അവസരങ്ങളാണ് നിങ്ങളിലോട്ട് വരുന്നത്. ഇവിടെ കുറച്ച് പേര് പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട്, ഓർണമെന്റ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്, പിന്നെ പുതിയ വീടൊക്കെ വാങ്ങുന്നവരുടെ എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. ഒരു നല്ല അബണ്ടൻസ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നേച്ചറുമായിട്ട് കണക്റ്റ് ആവുന്ന കുറച്ച് ആളുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഗാർഡനിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെയും ഫിനാൻഷ്യൽ അബണ്ടൻസ് ധാരാളം വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിചാരിക്കാത്ത കാശൊക്കെ കിട്ടുന്നതായിട്ടുള്ള എനർജി ഉണ്ട്. മേ ബി നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനോ നിങ്ങൾക്ക് ലോൺ കിട്ടാനോ ലോൺ പാസ്സായി കിട്ടാനോ ഒക്കെ, പിന്നെ തരാനുള്ള കാശുകൾ കിട്ടാനുള്ള എനർജി ഒക്കെ ഇവിടെ കണക്റ്റായി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു കാശ് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ മുന്നോട്ട് നല്ല വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളെ എന്തൊക്കെയോ അസ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ ആയിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഓഫീസിലാവാം കേട്ടോ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മോശമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഇന്ന് കാണുന്നുണ്ട്. അത് മേ ബി റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒരുപാട് കൂടുതലായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ട്രാപ്പ് പോലെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളെ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു ട്രാപ്പിൽ പെടുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്, ഒരു അഡിക്ഷൻ പോലെ ഇത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്കൊരു മൊബൈൽ അഡിക്ഷൻ ആകാം. എന്തോ ഒരു അഡിക്ഷൻ നിങ്ങളെ ഇന്ന് കൂടുതലായിട്ടും ബാധിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് കേട്ടോ.
പിന്നെ നിങ്ങൾ പുതിയതായിട്ട് സാമ്പത്തികം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ, പല രീതിയിലും പുതിയ തുടക്കങ്ങൾ നിങ്ങളിലോട്ട് വന്നു ചേരുന്നതിന്റെ എനർജിയാണ് കാണുന്നത്. അത് ഇപ്പൊ തുടങ്ങി വെക്കുന്നത് നിങ്ങൾക്ക് ധാരാളം അബണ്ടൻസിലോട്ട് കൊണ്ട് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കം തന്നെയാണെന്നാണ് അത് കാണുന്നത്. നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്, അത് വിജയിപ്പിക്കാൻ തന്നെ നിങ്ങൾക്ക് കഴിയും. അത് കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ അബണ്ടൻസ് കൂട്ടിത്തരാനുള്ള ഒരു സാധ്യതയും കൂടെ ആക്കി കൊണ്ടുതരുന്നുണ്ട്. പിന്നെ നിങ്ങൾ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്രയും ഏറെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനെയാണ് ഇവിടെ കണക്ട് ആവുന്നത്. നിങ്ങളെ കുറേയേറെ പേര് അംഗീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരുപാട് പേര് അംഗീകരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങൾ അംഗീകരിക്കുന്നതായിട്ടും ഒക്കെ തന്നെയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഏറെക്കുറെ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുന്ന കുറച്ച് ആളുകളുടെ എനർജിയാണ് ഇവിടെ കണക്ട് ആവുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലിക്ട്സ്, ഒരു കൺഫ്യൂഷനോ കോൺഫ്ലിക്ട്സോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മേ ബി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ഡീൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട്. നിങ്ങളപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് അത് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. കുറച്ച് കോൺഫ്ലിക്റ്റ്, കുറച്ച് അഡിക്ഷൻ, പിന്നെ ഇമോഷണൽ ആയിട്ട് ചെറിയൊരു നഷ്ടബോധം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ധാരാളം വരുന്ന എനർജി തന്നെയാണ് കാണുന്നത്. മൊത്തത്തിലൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ, സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.